നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു മൈൻഡ് റീഡിംഗ് വീഡിയോയാണ്. അതായത് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡും പ്രപഞ്ചത്തിലെ ഗ്രഹനിലകളും തമ്മിലുള്ള ഒരു പ്രത്യേക കണക്ഷൻ വഴിയാണ് നിങ്ങൾ ഇതിൽ നിന്നും ഒരു ചിത്രം തിരഞ്ഞെടുക്കുന്നത്. വെറുതെ ഒരു കൗതുകത്തിന് തിരഞ്ഞെടുക്കുന്നതിനപ്പുറം ആസ്ട്രോളജിക്കലിയായും സൈക്കോളജിക്കലിയായും നിങ്ങളുടെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ, നിങ്ങൾ കടന്നുപോയ വഴികൾ, ഇനി നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ എന്നിവ കൃത്യമായി മനസ്സിലാക്കാൻ ഈ ഒരു റീഡിംഗിലൂടെ നമുക്ക് സാധിക്കും. ഇപ്പോൾ നിങ്ങളുടെ സ്ക്രീനിൽ 2 ചിത്രങ്ങൾ കാണാം. ഒന്നാമത്തേത് സാക്ഷാൽ ഭദ്രകാളി ദേവിയുടെ ചിത്രവും രണ്ടാമത്തേത് പരമശിവന്റെ ചിത്രവുമാണ്. നിങ്ങളുടെ കണ്ണുകൾ അടച്ച് മനസ്സൊന്ന് ശാന്തമാക്കി നിങ്ങളുടെ ഇഷ്ടദൈവത്തെയോ അല്ലെങ്കിൽ പ്രപഞ്ചശക്തിയെയോ നിങ്ങളുടെ മനസ്സിൽ ധ്യാനിച്ച് ഇതിൽ നിന്നും നിങ്ങളെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്ന ഒരു ചിത്രം ഏതാണോ അത് തിരഞ്ഞെടുക്കുക. ഇപ്പോൾ ഇതിൽ നിന്നും ഒരു ചിത്രം നിങ്ങൾ തിരഞ്ഞെടുത്തു എന്ന് വിശ്വസിക്കുന്നു. ഇനി ഓരോ ചിത്രം തിരഞ്ഞെടുത്തവരുടെയും ജീവിതത്തിൽ ഇതുവരെ സംഭവിച്ചതും ഇനി സംഭവിക്കാൻ പോകുന്നതുമായ ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് വളരെ വിശദമായി തന്നെ നമുക്ക് നോക്കാം. മുഴുവനായും കണ്ടാൽ മാത്രമേ ഈ വീഡിയോയുടെ യഥാർത്ഥ ഗുണം നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ആദ്യത്തെ ചിത്രമായ ഭദ്രകാളി ദേവിയുടെ ചിത്രം തിരഞ്ഞെടുത്തവരെക്കുറിച്ചാണ് ആദ്യമായി സംസാരിക്കുന്നത്. നിങ്ങൾ ഈ ചിത്രമാണ് തിരഞ്ഞെടുത്തതെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ജീവിതവുമായി ചേർന്നു നിൽക്കുന്ന കാര്യങ്ങളായിരിക്കും ഇനി ഞാൻ പറയാൻ പോകുന്നത്. ഭദ്രകാളി എന്നത് ഉഗ്രരൂപിണിയായ, എന്നാൽ ഭക്തരുടെ കാര്യത്തിൽ അതിയായ വാത്സല്യമുള്ള ഒരു ശക്തിയാണ്. ഈ ഒരു ചിത്രം നിങ്ങളെ ആകർഷിച്ചുവെങ്കിൽ സൈക്കോളജിക്കലി നോക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ വല്ലാത്തൊരു അഗ്നിയുണ്ട്. അതായത് അനീതി കണ്ടാൽ പ്രതികരിക്കുന്ന, വളരെ സത്യസന്ധമായി കാര്യങ്ങൾ തുറന്നു പറയുന്ന ഒരു പ്രകൃതമാണ് നിങ്ങളുടേത്. മനസ്സിലൊന്നു വെച്ചുകൊണ്ട് പുറമേ ചിരിക്കാൻ നിങ്ങൾക്ക് പലപ്പോഴും കഴിഞ്ഞെന്നു വരില്ല. ആസ്ട്രോളജിക്കലി ചിന്തിക്കുമ്പോൾ ചൊവ്വയുടെയും രാഹുവിന്റെയും ഒക്കെ ഒരു സ്വാധീനം നിങ്ങളുടെ തീരുമാനങ്ങളിൽ കാണാൻ സാധിക്കുന്നതാണ്. ഇതുവരെയുള്ള നിങ്ങളുടെ ജീവിതം പരിശോധിച്ചാൽ ഒരുപാട് ചതികളും വഞ്ചനകളും നിങ്ങൾ നേരിട്ടിട്ടുണ്ടാകും. നിങ്ങൾ ഏറ്റവും കൂടുതൽ വിശ്വസിച്ച നിങ്ങളുടെ സ്വന്തം എന്ന് കരുതിയ ആളുകളിൽ നിന്നായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും വലിയ തിരിച്ചടികൾ കിട്ടിയിട്ടുണ്ടാവുക. നിങ്ങൾ മറ്റുള്ളവർക്കു വേണ്ടി എത്രയൊക്കെ ചെയ്തു കൊടുത്താലും അവസാനം നിങ്ങൾക്ക് കിട്ടുന്നത് പഴിചാരലുകൾ മാത്രമായിരിക്കും. നിങ്ങളുടെ മനസ്സിലെ സ്നേഹം പലപ്പോഴും ആരും മനസ്സിലാക്കുന്നില്ല എന്നൊരു സങ്കടം എപ്പോഴും നിങ്ങളുടെ ഉള്ളിലുണ്ട്. ഒരുപാട് സങ്കടങ്ങൾ ഉള്ളിലൊതുക്കി പുറമേ വളരെ സ്ട്രോങ് ആയി അഭിനയിക്കുന്നൊരു വ്യക്തിയാണ് നിങ്ങളെന്ന് പറഞ്ഞാൽ അതിൽ ഒരു തെറ്റുമുണ്ടാവില്ല. ഇനി നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ കൂടിയുണ്ട്. നിങ്ങളുടെ മുൻകോപം ചിലപ്പോഴെങ്കിലും നിങ്ങൾക്ക് തന്നെ വിനയായി മാറാറുണ്ട്. ദേഷ്യം വരുമ്പോൾ നിങ്ങൾ പറയുന്ന വാക്കുകൾ നിങ്ങളുടെ ശത്രുക്കൾ നിങ്ങൾക്കെതിരെ തന്നെ ആയുധമാക്കിയേക്കാം. അതുകൊണ്ട് അമിതമായ ദേഷ്യം നിയന്ത്രിക്കാനാണ് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്. അതുപോലെ തന്നെ ആളുകളെ അന്ധമായി വിശ്വസിക്കുന്ന ആ ഒരു ശീലം, അത് നിങ്ങൾ തീർച്ചയായും മാറ്റേണ്ട ഒരു സമയമാണിപ്പോൾ വന്നിരിക്കുന്നത്. എല്ലാവരും നിങ്ങളെപ്പോലെ തന്നെ ആത്മാർത്ഥതയുള്ളവരാണെന്ന് നിങ്ങൾ ഒരിക്കലും കരുതാൻ പാടില്ല. ഇനി നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന നല്ല കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഇതുവരെ നിങ്ങൾ അനുഭവിച്ച കഷ്ടപ്പാടുകൾക്കും കണ്ണുനീരിനും ഒരു ഉത്തരം ലഭിക്കുന്ന കാലമാണ് ഇനി വരാൻ പോകുന്നത്. ജോലി സംബന്ധമായോ സാമ്പത്തികമായോ നിങ്ങളെ അലട്ടിയിരുന്ന വലിയൊരു പ്രശ്നത്തിന് വളരെ പെട്ടെന്ന് തന്നെ ഒരു പരിഹാരം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. നിങ്ങളെ കുറ്റപ്പെടുത്തിയവരുടെ മുന്നിൽ തലയുയർത്തി നിൽക്കാൻ കഴിയുന്ന ചില അവസരങ്ങൾ നിങ്ങളെ തേടിയെത്തും. തടസ്സപ്പെട്ട് കിടന്നിരുന്ന പല കാര്യങ്ങളും ഒരു അദൃശ്യ ശക്തിയുടെ സഹായത്താൽ എന്ന പോലെ നടക്കാനായിട്ട് തുടങ്ങുന്നതാണ്. എന്നാൽ ചില ദോഷകാര്യങ്ങളും നിങ്ങൾ ഈ സമയത്ത് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അനാവശ്യമായ ചില സാമ്പത്തിക നഷ്ടങ്ങൾ അല്ലെങ്കിൽ ആരോഗ്യപരമായ ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ ഇടയ്ക്കിടയ്ക്ക് വരാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് വയറുമായി ബന്ധപ്പെട്ട, അസ്ഥികളുമായി ബന്ധപ്പെട്ട ബുദ്ധിമുട്ടുകളൊക്കെയാണവ. ഇതിനെ മറികടക്കാൻ നിങ്ങൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിങ്ങളുടെ ഉള്ളിലെ ദേഷ്യത്തെയും വാശിയെയും പോസിറ്റീവായ രീതിയിൽ വഴിതിരിച്ചു വിടുക എന്നുള്ളതാണ്. ജീവിതത്തിൽ വിജയിച്ചു കാണിക്കുക എന്നത് തന്നെയാണ് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ പ്രതികാരം. കൂടാതെ ദിവസവും രാവിലെ കുറച്ചു സമയമെങ്കിലും ഒന്ന് മനസ്സിരുത്തി ധ്യാനിക്കുന്നതും ഒഴിവു സമയങ്ങൾ കിട്ടുമ്പോഴൊക്കെ ദേവക്ഷേത്ര ദർശനം നടത്തുന്നതും നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിൽ തന്നെ വലിയൊരു മാറ്റം കൊണ്ടുവരാൻ സാധിക്കുന്നതാണ്. ഇനി രണ്ടാമത്തെ ചിത്രമായ പരമശിവനെയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തതെങ്കിൽ നിങ്ങളുടെ വ്യക്തിത്വവും ജീവിതവും വളരെ വ്യത്യസ്തമാണ്. ശിവൻ എന്നത് ലയത്തിന്റെയും ശാന്തതയുടെയും എന്നാൽ അതിഭയങ്കരമായ ഊർജ്ജത്തിന്റെയും പ്രതീകമാണ്. സൈക്കോളജിക്കലി പറഞ്ഞാൽ നിങ്ങൾ വളരെ ഡീപ്പായി ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ്. ബഹളങ്ങളിൽ നിന്നൊക്കെ മാറി കുറച്ച് സമാധാനം ആഗ്രഹിക്കുന്ന ഒരു പ്രകൃതമാണ് നിങ്ങളുടേത്. മറ്റുള്ളവരുടെ സങ്കടങ്ങൾ കേൾക്കാനും അവരെ ആശ്വസിപ്പിക്കാനും നിങ്ങൾക്ക് പ്രത്യേകമായ ഒരു കഴിവുണ്ട്. ആസ്ട്രോളജിക്കലി നോക്കിയാൽ ശനിയുടെയും ചന്ദ്രന്റെയും ഒക്കെ ഒരു പ്രഭാവം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ രീതിയിൽ സ്വാധീനം ചെലുത്തുന്നുണ്ട്. നിങ്ങളുടെ കഴിഞ്ഞ കാലം നോക്കിയാൽ സ്വന്തം ആഗ്രഹങ്ങൾ പലതും മാറ്റിവെച്ച്
കുടുംബത്തിനു വേണ്ടിയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രിയപ്പെട്ട ആളുകൾക്കു വേണ്ടിയോ ജീവിച്ച ഒരു വ്യക്തിയായിരിക്കും നിങ്ങൾ. ഒരു വലിയ ജനക്കൂട്ടത്തിന് നടുവിലാണെങ്കിൽ പോലും വല്ലാത്തൊരു ഏകാന്തത നിങ്ങൾക്ക് പലപ്പോഴും അനുഭവപ്പെട്ടിട്ടുണ്ടാകും. നിങ്ങളുടെ കഴിവുകൾക്കോ അധ്വാനത്തിനോ അർഹിക്കുന്ന അംഗീകാരമോ ഒരിക്കലും ലഭിച്ചിട്ടുണ്ടാവില്ല. പല കാര്യങ്ങളും അവസാന നിമിഷം വരെ എത്തിയിട്ട് നടക്കാതെ പോകുന്ന ഒരവസ്ഥ നിങ്ങൾ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്. ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ ഒറ്റയ്ക്ക് ചുമലിലേറ്റിയ ഒരു യാത്രയായിരുന്നു ഇതുവരെയുള്ള നിങ്ങളുടെ ജീവിതം. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. പ്രധാനമായും നിങ്ങളുടെ അമിതമായ ചിന്ത നിങ്ങൾ മാറ്റിയേ തീരൂ. നടന്നുപോയ കാര്യങ്ങളെക്കുറിച്ചും ഇനി നടക്കാൻ പോകുന്നതിനെക്കുറിച്ചും ചിന്തിച്ച് നിങ്ങളുടെ ഇന്നത്തെ സമാധാനം നിങ്ങൾ തന്നെ നശിപ്പിക്കരുത്. അതുപോലെ എന്തിനും ഏതിനും സ്വയം കുറ്റപ്പെടുത്തുന്നൊരു സ്വഭാവമുണ്ടെങ്കിൽ അതും നിങ്ങൾ മാറ്റേണ്ടതാണ്. നിങ്ങളുടെ ആരോഗ്യം നിങ്ങൾ തീരെ ശ്രദ്ധിക്കുന്നില്ല എന്നതും വലിയൊരു സത്യമാണ്. ഇനി നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ചില നല്ല കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇതുവരെയുള്ള നിങ്ങളുടെ കാത്തിരിപ്പിന് വിരാമമാവുകയാണ്. വൈകി വരുന്ന വിജയങ്ങളായിരിക്കും നിങ്ങളുടേത്, എന്നാൽ അത് വളരെ സ്ഥിരതയുള്ളതായിരിക്കും. മാനസികമായി വല്ലാത്തൊരു ശാന്തതയും വ്യക്തതയും നിങ്ങൾക്ക് കൈവരും. സാമ്പത്തികമായി നിലനിന്നിരുന്ന ബുദ്ധിമുട്ടുകൾ മാറി ഒരു ബാങ്ക് ബാലൻസ് ഉണ്ടാക്കിയെടുക്കാനോ സ്വന്തമായ ഒരു ഇടം കണ്ടെത്താനോ ഒക്കെ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. ആത്മീയമായി വലിയൊരു മാറ്റം നിങ്ങളിൽ ഉണ്ടാകാൻ പോകുന്ന ഒരു സമയം കൂടിയാണ് ഇപ്പോഴുള്ളത്. എന്നാൽ ചില ദോഷകാര്യങ്ങളും മുന്നിൽ കാണുന്നുണ്ട്. ചില സമയങ്ങളിൽ കടുത്ത ഡിപ്രഷനിലേക്കോ ഏകാന്തതയിലേക്കോ ഒക്കെ നിങ്ങൾ വഴുതി വീഴാൻ സാധ്യതയുണ്ട്. മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ നിങ്ങളുടെ തലയിലാകുന്ന ചില സാഹചര്യങ്ങളും വന്നേക്കാം. ഇതിനെ മറികടക്കാൻ നിങ്ങൾ നിങ്ങളുടെ മാനസിക ആരോഗ്യത്തിന് വലിയ പ്രാധാന്യം നൽകേണ്ടതുണ്ട്. എല്ലാ ദിവസവും സ്വയം സംസാരിക്കാൻ അല്പം സമയം കണ്ടെത്തുക. നിങ്ങളുടെ ഇഷ്ടങ്ങൾക്കായി സമയം മാറ്റിവെക്കുക. ആർക്കെങ്കിലും ഒരു സഹായം ചെയ്യുമ്പോൾ അത് നിങ്ങളുടെ സമാധാനം നശിപ്പിച്ചുകൊണ്ടാകരുത് എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തേണ്ടതാണ്. ശിവക്ഷേത്ര ദർശനം, പ്രകൃതിയോട് ചേർന്ന് സമയം ചെലവഴിക്കുന്നത് തുടങ്ങിയതൊക്കെ നിങ്ങളുടെ ഉള്ളിലെ നെഗറ്റീവ് എനർജിയെ ഇല്ലാതാക്കാനായിട്ട് സഹായിക്കുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യാവുന്നതാണ്.